കോഴിക്കോട്ടെ ഐസ്ക്രീം പാർലർ നടത്തിപ്പുകാരി പെൺകുട്ടികളെ കുബേരന്മാർക്ക് കാഴ്ചവെച്ച് വാണിഭം നടത്തുന്നുണ്ടെന്ന അന്വേഷിയുടെ 1997 പരാതിയാണ് ഈ കേസിന്റെ തുടക്കം. പരാതി സ്വീകരിച്ച അന്നത്തെ മുഖ്യമന്ത്രി ഇ.കെ. നയനാർ കോഴിക്കോട് പോലീസ് കമ്മീഷണറായിരുന്ന നീര റാവുത്തിന് അന്വേഷണ ചുമതല നൽകി. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് റെയ്ഡ് നടത്തുകയും പാർലർ നടത്തിപ്പുകാരി ശ്രീദേവിയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. തെളിവുകൾ പലതും നശിപ്പിക്കപ്പെട്ടെങ്കിലും നീര റാവുത്ത് ശരിയായ ദിശയിൽ അന്വേഷണം കൊണ്ടുപോയി. ഈ പെൺവാണിഭ സംഘത്തിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന പെൺകുട്ടികളിലേക്കും അന്വേഷണം നീണ്ടു. ആ പെൺകുട്ടികൾ മൂന്നുപേരും ശ്രീദേവിയുടെ ഐസ്ക്രീം പാർലറിൽ ഇടക്കിടക്ക് വിസിറ്റ് ചെയ്യാറുണ്ടെന്നും അവിടെ നടക്ക് ജ്യൂസ് കൊടുത്ത് പിന്നെ അവളെ കുട്ടികളെ മയക്കി വൾഗറായിട്ടുള്ള വേഷത്തിൽ ഫോട്ടോസ് എടുത്തിട്ട് ആ ഫോട്ടോസ് വെച്ചിട്ട് ഈ കുട്ടികളെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടെന്നും ആ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തേക്കും വിളിച്ചു, ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വീണ്ടും അവർ റേപ്പ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് അന്നും പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള വാർത്ത. ടാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ഫോട്ടോസ് നെഗറ്റീവ്സും കിട്ടാൻ വേണ്ടി ഓരോ സ്ഥലത്തും പോയി അവിടെ വീണ്ടും വീണ്ടും ട്രാപ്പിലാക്കപ്പെടുക. ആ ഒരു സിറ്റുവേഷൻ ഇനി ഞങ്ങൾക്ക് ഇതൊന്നും രക്ഷയില്ല എന്ന് ഉള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ്, ഭയങ്കരമായ പേടിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതാണ് ഒരു ശക്തമായ റീഡിംഗ്. പി കെ കുഞ്ഞാലിക്കുട്ടി കേസിൽ ഉൾപ്പെട്ടതായി വ്യക്തമായതോടെ നീര റാവുത്ത് അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റപ്പെട്ടു. കുഞ്ഞാലിക്കുട്ടിയെ പ്രതി ചേർക്കാൻ പ്രാഥമിക അന്വേഷണത്തിൽ തെളിവില്ലെന്ന നിലപാട് പോലീസ് എടുത്തു. CPIM നേതാവ് TP ദാസനടക്കമുള്ള 16 പ്രതികളിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെട്ടില്ല. ഇതിനിടെ കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ ഇരകൾ നൽകിയ മൊഴിയിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ടായിരുന്നു. ഇത് ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി മാറ്റി നൽകിയത് സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് വ്യക്തമായിട്ടുണ്ട്. പൈസക്ക് ഇങ്ങനെ പറഞ്ഞത് കാരണമാണ് ഞാൻ സത്യത്തിൽ ഈ മൊഴി മാറ്റിയതെന്ന് ജഡ്ജിന് മുന്നിലൊക്കെ പറഞ്ഞത് പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന്. അത് ഇപ്പോഴും ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ കാരണമാണ് ഞാൻ ഈ പൈസ കണ്ട്, കാരണം ആദ്യമായിട്ട് ഞാനാണ് ഈ പൈസ കാണുന്നതൊക്കെ. ഇത്രയും നോട്ടുകെട്ടും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ലായിരുന്നു. ഈ പെൺവാണിഭം അന്നേരമാണ് ഈ പൈസ എത്രയും ഞാൻ കാണുന്നത് തന്നെ. 2004 റജീന മാധ്യമങ്ങളോട് എല്ലാം വെളിപ്പെടുത്തിയെങ്കിലും പിന്നീട് പലവട്ടം മൊഴി മാറ്റിപ്പറഞ്ഞു. 2005 തുടങ്ങിയ വിചാരണയും പ്രഹസനം പോലെ ഒറ്റ മാസം കൊണ്ട് അവസാനിച്ചു. പണം വന്ന് കുമിഞ്ഞുകൂടിയപ്പോൾ ഇരകൾ ഉൾപ്പെടെ 15 സാക്ഷികൾ കൂറുമാറി. അങ്ങനെ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കേസ് തള്ളി. പക്ഷെ ആ രേഖകളും തന്നെ തീർപ്പറിക്കപ്പെട്ടു എന്നാണ് നിങ്ങളറിയാൻ വേണ്ടി പ്രാരംഭത്തിൽ കിട്ടിയ രേഖകൾ. ഉദാഹരണമായിട്ട് മൊബൈൽ ഫോണും മറ്റോ പിടിച്ചിട്ടുണ്ട്. ആ മൊബൈൽ ഫോണിൽ കുറെ നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ പെൺവാണിഭമായിട്ട് ബന്ധപ്പെട്ട കുറെ ആളുകളുടെ വിവരങ്ങൾ അതിൽ നിന്ന് കളക്ട് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. സപ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റിപ്പറിക്കുകയോ ചെയ്തിട്ടുണ്ട് അന്ന് പ്രാരംഭത്തിൽ തന്നെ. പിന്നീടുള്ള പ്രോഗ്രസ് അന്വേഷണവും ഇതിന്റെ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇന്റർഫറൻസ് ഉണ്ടായിട്ടുണ്ട്. അതാണല്ലോ ലീഗൽ ഒപ്പീനിയൻ സൂപ്പർസീഡ് ചെയ്യുന്നതിനും പിന്നെ റീഎൻക്വയറി നടത്തുന്നതിനും ഒക്കെയുള്ള സന്ദർഭങ്ങളുണ്ടായതിന്റെ കാരണമാണ്. ഹർജി ഹൈക്കോടതിയിലെത്തിയപ്പോൾ വിവാദ ജഡ്ജി തങ്കപ്പന്റെ ബെഞ്ചിൽ നിന്ന് കേസ് മാറ്റണമെന്ന് അന്വേഷി ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് നീതിപീഠം പരിഹാസ്യമായി. സുപ്രീം കോടതിയും കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാതെ ഹർജികൾ തള്ളിയപ്പോൾ വിവാദം